ഗൈസേ, മഴയായിട്ടുണ്ടെങ്കിലേ സ്പീഡ് ലോഞ്ചിലെ യാത്ര കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇന്ന് മാലയിൽ നിന്ന് ലോഞ്ച് കയറുന്ന സമയത്ത് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നേ. വിചാരിച്ച പോലെ തന്നെ 3.5-4 മണിക്കൂറിനുള്ളിൽ എത്തേണ്ട ഞാൻ 5 മണിക്കൂറിനുള്ളിലാണ് കേട്ടോ ഐലൻഡിലോട്ട് എത്തിയത്. കടൽ നല്ല റഫായിരുന്നേ, പിന്നെ നല്ല കാറ്റും ഉണ്ടായിരുന്നു. പിന്നെ തിരകളുടെ അവസ്ഥ പറയണ്ടല്ലോ, അത്യാവശ്യം നല്ല തിരകളുണ്ടായിരുന്നേ. ലോഞ്ച് എത്തിയതേ ലോഞ്ചിൽ ചേട്ടന്മാർ ബാഗെല്ലാം സേഫായിട്ട് കരയിലെത്തിച്ച് തന്നു കേട്ടോ. തിരിച്ചു പോന്നപ്പോൾ ഞാൻ ഫ്ലൈയിങ് ഫിഷിനാണ് കേട്ടോ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ലാതെ തന്നെയാണ് കേട്ടോ ഇവിടെ എത്തിയത്. സേഫ് എന്ന് പറയാം. തിരിച്ചെത്തി കടൽ നോക്കുമ്പോൾ ഉണ്ടല്ലോ എന്ത് ഭംഗിയാണെന്നറിയോ കാണാനായിട്ട്. പക്ഷേ നല്ല ഭീകരമായിട്ടുള്ള കാഴ്ചയായിട്ടും എനിക്ക് തോന്നിപ്പോയി കേട്ടോ. ബാഗെല്ലാം ചുമന്ന് പോവണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെയുള്ള ചേട്ടൻ തന്നെയാണ് കേട്ടോ ഈ വണ്ടി ഏൽപ്പിച്ചു തന്നത്. പറയുമ്പോൾ എനിക്ക് കുറച്ച് ദൂരം നടക്കാനുള്ളൂ, എന്നാലും നടക്കണ്ട, ബാഗെല്ലാം എടുത്ത് പോകണ്ടെന്ന് പറഞ്ഞിട്ട് ചേട്ടൻ തന്നെയാണ് വണ്ടിയെല്ലാം റെഡിയാക്കി തന്നത്. നല്ല സഹകരണ മനോഭാവമുള്ള ആളുകളാണ് കേട്ടോ ഇവിടെയുള്ള ആളുകൾ. നല്ല സ്നേഹവും കരുതലും ഒക്കെയാണ് കേട്ടോ നമ്മളോട്. ഇതാണ് ഞാൻ വർക്ക് ചെയ്യുന്ന ഹെൽത്ത് സെൻറ്റർ. നല്ല മഴയായതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാഴ്ചകൾ കാണാനായിട്ട്. ഒത്തിരി അരളിപ്പൂവുണ്ട് കേട്ടോ ഇതിനു മുൻവശത്ത്. സിസ്റ്റർ കമ്മിങ് ടുമോറോ. നടന്നു പോവാനുള്ള ദൂരമുള്ളൂ, എന്നാൽ ഈ വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോൾ രസമല്ലേ. ഇനി നമ്മൾ പോകാൻ പോകുന്നത് ബൊഗൻവില്ലുള്ള എൻ്റെ വീട്ടിലേക്കാണേ. ദേ കാണുന്നു, ഇതാണ് നമ്മുടെ വീട്. മഴ ആയതുകൊണ്ട് തന്നെ നല്ല കാറ്റും നല്ല മഴച്ചാറ്റിലും നല്ല രസമുണ്ട് കേട്ടോ ബൊഗൻവില്ല കാണാനായിട്ട്. അങ്ങനെ ബാഗെല്ലാം പാക്ക് ചെയ്തതെല്ലാം എടുത്ത് റൂമിലെത്തി. കുറച്ച് ദിവസത്തിന് ശേഷം റൂമിലെത്തുമ്പം വലിയ അലങ്കോലപ്പണികളൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ പോയപ്പോൾ തന്നെ എല്ലാം വൃത്തിയാക്കി വെച്ചിട്ടായിരുന്നു കേട്ടോ പോയത്. നല്ല മഴയായിരുന്നു കേട്ടോ ഒന്ന് പോകുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റായി ഞാൻ ഐലൻഡിലെത്താൻ വേണ്ടിയിട്ട്. മഴ നനഞ്ഞിട്ടുണ്ട കണ്ടില്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ബ്ലോഗ് ഹൗ ടു അൺബോക്സ് നാട്ടിലെ പെട്ടി തുറക്കുന്ന ചടങ്ങാണ് ഇന്ന്. നാട്ടിൽ നിന്ന് വന്നതേ ഉള്ളൂ. ഈ പെട്ടി ഇപ്പോൾ തുറന്നില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല. ഓക്കെ, കാണിച്ചു തരാം എന്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടത്. ഓക്കെ, ഇപ്പോഴേ 3 മിനിറ്റ് ആയതുകൊണ്ട് ഞാൻ നാട്ടിലെ പെട്ടി തുറക്കുന്ന വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. എന്നാലും ചെറുതായിട്ട് കാണിച്ചു തരാം എന്തെല്ലാം ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നെന്ന്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാവേ.